നമ്മൾ ഇന്നു മുതൽ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയാണ്. ഇതിന്റെ കഥ ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ആയിട്ട് പ്രണയത്തിലാവും. ഹീറോ മറ്റാരും അല്ല, അവളുടെ സ്വന്തം സഹോദരൻ തന്നെയാണ്. എങ്ങനെയാണ് ഇവര് പ്രണയത്തിലായത്? ഇനിയിപ്പം ഇവരുടെ വീട്ടുകാർ സമ്മതിക്കും അവരെ കല്യാണം കഴിക്കാനായിട്ട്? ഇനി അത് അവളുടെ ബ്രദർ അല്ലെങ്കിലോ? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കൂ. ഇത് പുതിയ വീഡിയോ ആണ്, കുറെ ആൾക്കാരിലോട്ട് ഇത് എത്തിപ്പെടാനായിട്ട് ഒരുപാട് സഹായിക്കും. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോയിന്റെ പേര് മുമു എന്നാണ്. നമുക്ക് മുമു എന്ന് തന്നെ പറയാം. കുറെ ആൾക്കാർ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമപ്പെടുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പേര് പറയാം. ഹീറോയിന്റെ പേര് മാത്രമേ പറയത്തുള്ളൂ, അപ്പൊ കൺഫ്യൂഷനും അടിക്കത്തില്ല. ഇപ്പൊ മുമു അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് അവളുടെ അമ്മയും അമ്മയുടെ ഹസ്ബൻഡും വരും. അവളുടെ സ്വന്തം അച്ഛനല്ല, രണ്ടാം അച്ഛനാണ്. അമ്മ വന്നിട്ട് അവളോട് പറയും, നിന്നെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്, നിന്റെ റൂം മണ്ടയിലുണ്ട്, അങ്ങോട്ട് മോട് പൊക്കിയൊന്ന്. എന്നാൽ അവൾക്ക് ഇവിടെ തങ്ങാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇവിടെ താമസിക്കേണ്ട, ഞാൻ എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മാറിപ്പോകും. അമ്മ അവളുടെ പിന്നാലെ ചെന്ന് വഴക്കിടുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇങ്ങനെ വാശിയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറയുന്നുണ്ട്. ആ നേരം കൊണ്ട് മുമു ഒരുങ്ങി ഇറങ്ങി വന്നിട്ടുണ്ട്. അവൾ ഇവിടെ നിന്ന് പോവാണ്. അവൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പോൾ അവൾ വേറെങ്ങോട്ടും അല്ല പോകുന്നത്, അവളുടെ സ്വന്തം അച്ഛന്റെ അടുത്താണ്. അവളുടെ അച്ഛന്റെ കൂടെ തന്നെ അവളുടെ സ്വന്തം സഹോദരനും ഉണ്ട്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ അടുത്തോട്ടാണ് പോകുന്നത്. എന്നാൽ അമ്മ വിളിച്ചിട്ട് അവളോട് പറയും, നീ പോയിട്ടും കാര്യമില്ല, നിന്റെ അച്ഛൻ രണ്ടാമതൊരു കല്യാണം കഴിച്ച് ഇപ്പൊ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത്, പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം, ഇവിടെ നിന്നൂടെന്ന്. അവൾക്ക് ഇത്രയും നാൾ അറിയത്തില്ലായിരുന്നു അച്ഛന് വേറെ കുടുംബം ഉണ്ടെന്നുള്ള കാര്യം. അതറിഞ്ഞപ്പോ അവൾ ആകെ തകർന്നു പോകുന്നുണ്ട്, കരയുന്ന അവസ്ഥ ആവുന്നുണ്ട്. അമ്മയും വേറെ കല്യാണം കഴിച്ചു, അവളുടെ രണ്ടാം അച്ഛന്റെ കൂടെയൊന്നും അവൾക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. എന്നാൽ അച്ഛനും ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയധികം വിഷമം. കട്ട് ചെയ്താൽ ഹീറോയിൻ എയ്റോപ്ലെയിൻ കയറി പോവാണ്. ചൈന വിട്ടിട്ട് തായ്ലൻഡിലോട്ട് പോവാണ്. അവളുടെ അച്ഛനും സഹോദരനും തായ്ലൻഡിലാണ് താമസിക്കുന്നത്. ആ പ്ലെയിനിൽ പോകുന്ന സമയത്ത് അവൾ ഉറങ്ങി അവളുടെ കയ്യിലിരിക്കുന്ന പേന തറയിൽ പോകും. അത് എടുത്തു കൊടുക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പേനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പേന വെച്ചിട്ടാണ് മുമുവിനെ ഹീറോ എഴുതാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അവൾക്ക് സ്കൂളിലൊക്കെ മാർക്ക് കുറവായിരുന്നു, അങ്ങനെ അവനാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഹീറോന്റെ പേര് മറ്റൊന്നുമല്ല, ജിൻ എന്നാണ്. നമുക്ക് ജിൻ എന്ന് തന്നെ പറയാം. ഇപ്പൊ ആ പെൺകുട്ടി മുമുവിനോട് ചോദിക്കും, നീ എങ്ങോട്ടാണ് പോണേന്ന്. മുമു പറഞ്ഞു കൊടുക്കും, ഞാൻ ഒരു പയ്യനെ കാണാനായിട്ടാണ് പോണേന്ന്. അവള് ആ പയ്യനെ കുറിച്ച് ചോദിക്കും, അവനെ കാണാൻ എങ്ങനെയാ, സുന്ദരനാണോ, അവന്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ മുമു പറഞ്ഞു കൊടുക്കും, അവൻ ഒരുപാട് സുന്ദരനാണ്, അതുപോലെ തന്നെ അവനെ കണ്ടിട്ട് ഒരുപാട് നാളായി, പക്ഷേ അവൻ നല്ല രീതിയിൽ എഴുതുകയും വായിക്കുകയും ചെയ്യും, അവന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മുമുവും ഈ പയ്യനും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അന്ന് അവനാണെങ്കിൽ ഈ ഒരു പേന കൊടുത്തിട്ട് അവളോട് നല്ല രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. പിന്നീട് അവള് കണ്ടിട്ടില്ല. കട്ട് ചെയ്താൽ ഹീറോനെ കാണിക്കുമ്പോൾ ഹീറോ ഒരു ബോക്സിംഗ് റിംഗിലാണ്. അവന്റെ പേര് ജിൻ എന്നാണ്, മറന്നുപോയല്ലേ. ജിന്ന് ബോക്സിംഗ് റിംഗിൽ കയറി ഒരു വലിയ മനുഷ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആദ്യമൊന്നും അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് അവനെ കൊണ്ട് കഴിയുന്നുണ്ട്. അയാൾ അടിച്ചു തോപ്പിക്കും. ഈ അടിയുടെ ഇടയ്ക്ക് തന്നെ അവന്റെ മുഖത്തും കാലിലും കൈയിലും മൂക്കിലും ഒക്കെ മുറിവ് പറ്റുന്നുണ്ട്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇത് പ്രൊഫഷണൽ ഫൈറ്റ് അല്ല, ബെറ്റ് വെച്ചിട്ടുള്ള ഫൈറ്റ് ആണ്. അത് ഇല്ലീഗലാണ്. കട്ട് ചെയ്താൽ മുമുവിന്റെ അച്ഛനെ കാണിക്കുകയാണ്. അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ മുമുവിന്റെ അമ്മ, സ്വന്തം അമ്മ, അച്ഛന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയും, മുമു അങ്ങോട്ട് വരുന്നുണ്ട്, ജിന്നിനെയും മുമുവിനെയും കണ്ടുമുട്ടാനായിട്ട് അനുവദിക്കാനായിട്ട് പാടില്ലാന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്ന അറിയാൻ പാടില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവളെ എയർപോർട്ടിൽ പോയി വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് പോകാനായിട്ട് കഴിയോ? ഇയാൾ ഫുള്ള് ഫിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പോകാനായിട്ടൊന്നും കഴിയത്തില്ല. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അമ്മ എന്താണ് പറഞ്ഞത്? ജിന്നും അവളും കണ്ടുമുട്ടാൻ പാടില്ലാന്ന്. പക്ഷെ ജിന്നിനോട് തന്നെ പറയും, ഫോൺ വഴി മെസ്സേജ് ഇട്ടിട്ട്, നിന്റെ സഹോദരി വരുന്നുണ്ട്, അവളെ പോയി വിളിച്ചോണ്ട് വരണമെന്ന്. ഈ നേരം അവൻ എന്താ ചെയ്യുന്നത്? ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ദേഹത്തെല്ലാം മുറിവായിട്ടിരിക്കുകയാണ്. ഈ ഒരു കോലത്തിൽ അവളുടെ മുമ്പിലോട്ട് ചെല്ലാൻ പറ്റുമോ? അവളെ കണ്ടിട്ട് കുറെ നാളായി, എന്നാലും ഇങ്ങനെ ചെല്ലാൻ പറ്റുമോ? അവൾ എന്താ വിചാരിക്കുക? ഇവനോട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണെന്ന് അവൾ അറിഞ്ഞാൽ അവൾക്ക് വിഷമാവത്തില്ലേ? അങ്ങനെ ഹീറോയിൻ ചൈനയിൽ നിന്ന് തായ്ലൻഡിൽ വന്നിട്ടുണ്ട്. എയർപോർട്ടിന്റെ പുറത്തിറങ്ങി നടന്നു വരുമ്പോൾ വേറെ കുറെ ശല്യപ്പെടുത്താനായിട്ട് രണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അവർ വന്നിട്ട് അവളുടെ അടുത്തോട്ട് ചേർന്ന് ചേർന്ന് വരുവാണ്. ഈ ഒരു സ്ഥലം അറിയാമോ, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചിട്ട്. അതായത് അവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതാണ്. എന്നാൽ അവിടെ നിന്നൊരു പയ്യൻ വിളിച്ചു പറയും, അവളുടെ ദേഹത്ത് നിന്ന് തൊടണ്ടാന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജിന്ന് തന്നെയാണ്. ജിന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവന്മാർ അവിടെ നിന്ന് മാറിപ്പോവും. കാരണം ഒരുത്തൻ ചോദിക്കുമ്പോൾ പേടിച്ച് മാറിപ്പോകത്തില്ലേ, അത്രേ ഉള്ളൂ. അവൻ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങി വന്നതാണ്, എന്നാലും മുഖത്ത് മുറിവൊക്കെ ഉണ്ട്. ഇത് മുമ്പ് ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്. എവനെന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. എവനെ കണ്ടത് കൊണ്ട് തന്നെ അവൾ ആകെ സ്തംഭിച്ച് നിന്നുപോകും. കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. എന്തായാലും അവൻ അടുത്ത് വന്നിട്ട് അവളുടെ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ച് ആ കാറിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടെ കാർ എടുത്ത് അവിടെ നിന്ന് പോകും. പോകുമ്പോൾ അവളോട് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പറയും. അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. രാത്രി ആവുന്ന സമയത്താണ് ഇവരുടെ സ്ഥലത്ത് വരുന്നത്. അവിടെ വന്നിട്ട് ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ സ്കൂളിലാണോ, സ്കൂൾ ഗ്രാജുവേറ്റ് ആയോ എന്നൊക്കെ. എന്നാൽ അവൻ സ്കൂളിലൊന്നും പോയിട്ടില്ല, മീൻസ് കോളേജിൽ പോയിട്ടില്ല. സ്കൂളിൽ പോയിട്ടുണ്ട്, സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ടില്ല. അതെന്താന്ന് അവള് ചോദിക്കുമ്പോൾ എനിക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് പോയില്ല എന്ന് പറയും. പക്ഷെ അവൻ നല്ല പഠിക്കുന്ന പയ്യനായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പൊ എന്താ ഇങ്ങനെ ആയെന്ന്
അവൾക്ക് പോലും അറിയത്തില്ല. ആ നേരം ഒരു ഭ്രാന്തനാണെങ്കിൽ ബൈക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചവിട്ടി നിർത്താണ്. അതിന്റെ ബാക്കൊക്കെ പൊങ്ങുന്നുണ്ട്. അത് കണ്ടിട്ട് മുമു വരെ പേടിച്ചു പോകും. അത് മറ്റാരുമല്ല, ജിന്നിന്റെ കൂട്ടുകാരനാണ്. എവനെ എവിടെയെങ്കിലും കണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മുടെ ലവ് അംബീഷനില്ല ആ ഒരുത്തനുണ്ടല്ലോ, ആരാണത്? അവൻ തന്നെ. അവനിപ്പോ കളർ മുടിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കളർ മുടി എന്ന് പറയാം, അല്ലെങ്കിൽ കൂട്ടുകാരനെന്ന് പറയാം. അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് അവനോട് ചോദിക്കും, ഇതേതാ ഈ പെൺകുട്ടി, നീ പെൺകുട്ടികളുമായിട്ട് കറങ്ങാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടേ. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. കൂട്ടുകാരനെ മൈൻഡ് ആക്കുന്നില്ല. ഇതിനുശേഷം ഹീറോ കാറ് കൊണ്ടുവന്നൊരു സൈഡിൽ നിർത്തും. അവിടെ തന്നെ ഒരു കടയുണ്ട്. ഇവൾക്ക് വന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിശപ്പുണ്ടാവുമല്ലോ. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ പോയി എന്തോ ജ്യൂസ് വാങ്ങുന്നുണ്ട്. ആ നേരം അവള് കാറിലിരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇങ്ങനെ? ഇനിയിപ്പോ അവൻ മോശപ്പെട്ട ആളായി മാറിയോ, അതോ ഇനി ആ കൂട്ടുകാരി കാരണമാണോ അവൻ മോശപ്പെട്ട ആളായത്? അതൊന്നും അവൾക്ക് അറിയത്തില്ല. പതിയെ അവളുടെ ഫോൺ എടുത്തിട്ട് അവനെ സേവ് ചെയ്യുന്നുണ്ട്. ബ്രദർ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യും. എന്നുള്ളത് മാറ്റിയിട്ട് ജിൻ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. അവന്റെ പേരാണ് സേവ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ജ്യൂസ് വാങ്ങിച്ച് അവളുടെ അടുത്ത് വരും. ആ ജ്യൂസ് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കാണ്. അത് സ്ട്രോബെറി ജ്യൂസ് ആണെന്ന് തോന്നുന്നു. ആ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് ഇവർ രണ്ടുപേരും കൂടെ സ്ട്രോബെറി ഉടുപ്പിനകത്ത് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് കഴുകി വൃത്തിയാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവര് കുട്ടിക്കാലം തൊട്ടേ നല്ല കൂട്ടുകാരായിരുന്നു. ചേട്ടൻ അനീതിയായിരുന്നു. എന്നാൽ ഇവൻ എങ്ങനെയോ തായ്ലൻഡിൽ വന്നു. പക്ഷെ ഇവള് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവളുടെ പേരൻസ് ഡിവോഴ്സ്ഡ് ആയതുകൊണ്ടായിരിക്കണം. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് ഹീറോന്റെ വീട്ടിൽ വരും, അതായത് ജിന്നിന്റെ വീട്ടില്. പിന്നീട് രണ്ടുപേരും കൂടെ ബാഗൊക്കെ എടുത്ത് മണ്ടയിലോട്ട് കയറി പോവാണ്. മുമുവിന്റെ ബാഗൊക്കെ അവൻ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വീട്ടിൽ കയറി ചെന്ന ഉടനെ അവള് ചോദിക്കും അച്ഛൻ എന്തിയെന്ന്. അവൻ അച്ഛനെ കാണിച്ചു കൊടുക്കും. അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ അവിടെ കിടപ്പുണ്ട്. അവൻ പിടിച്ച് എണീപ്പിക്കുമ്പോൾ അച്ഛന്റെ മുഖത്തെല്ലാം ചോര പറ്റിയിട്ടുണ്ട്. കുടിച്ച് ബോധമില്ലാതെ തെന്നി മറ്റോ വീണയാണ്. ഇപ്പൊ അവൻ എടുത്തോണ്ട് പോയി അച്ഛന്റെ മുഖമൊക്കെ കഴുകി കൊടുക്കും. ആ നേരമായിരിക്കും ഈ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. ആ അമ്മ മുമുവിനോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. മുമു നല്ല സുന്ദരിയാണ്, ഒരുപാട് പൊക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ നല്ല രീതിയിൽ ഒന്ന് പൊക്കുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ തന്നെ പറഞ്ഞാണ്, അവളെ പൊക്കാനായിട്ട് പറഞ്ഞില്ല. അവള് നല്ല സുന്ദരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ നേരം അങ്ങോട്ടൊരു കൊച്ചു പെൺകുട്ടിയോട് ഇറങ്ങി വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ജിന്നിന്റെ അനിയത്തി തന്നെയാണ്. അതായത് അച്ഛന്റെ മോളാണ്. എന്നാൽ അമ്മ വ്യത്യാസമാണ്. അച്ഛൻ ആ കുട്ടിയോട് ചേച്ചിയോട് മിണ്ടാനായിട്ട് പറയും. എന്നാൽ അതിനെ കൊണ്ട് കഴിയുന്നില്ല. ഒരാൾ പെട്ടെന്ന് വന്ന് മിണ്ടാൻ പറഞ്ഞാൽ എങ്ങനെ മിണ്ടാൻ കഴിയുക? അതങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഹീറോ പതിയെ ആ കുട്ടിയുടെ അടുത്ത് വരും. ആ കുട്ടിയോട് പറയും, അത് നിന്റെ ചേച്ചിയാണ്, ചേച്ചിയോട് ഒരു ഹായ് പറയാൻ. അങ്ങനെ ആ കുട്ടി ചേട്ടൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഹായ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പരിചയപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് പോലെ എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ്. അമ്മ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ കൊടുക്കുന്നുണ്ട്. അവൾ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ. അതിനുശേഷം ഇവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഫുഡ് കഴിക്കുന്ന നേരത്ത് അനീതിക്ക് പകരം ജിന്ന് മുമുവിന് കുറച്ചധികം ആഹാരം എടുത്തു കൊടുക്കുന്നുണ്ട്. അനീതി വഴക്കിടും, എന്താ ചേച്ചിക്ക് മാത്രം അത്രയും കൊടുക്കുന്നതെന്ന്. അപ്പൊ ഹീറോ പറയും, അത് നമ്മളൊരു ഗസ്റ്റ് ആണ്, വിരുന്നുകാരി ആയതുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ചെറുതായിട്ട് വിഷമാവും. അവൻ അനീതിയായിട്ട് കാണാതെ ഒരു വിരുന്നുകാരിയായിട്ടല്ലേ കാണുന്നത്. എന്നാൽ ആ സമയം അങ്ങോട്ട് ജിന്നിന്റെ ഒരു കൂട്ടുകാരൻ കയറി വരും. ജിന്നിനെ പുറത്തോട്ട് വിളിച്ചോണ്ട് പോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവൻ അവിടെ വന്ന് നോക്കുമ്പോൾ പുതിയൊരാളൂടെ ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, മുമു തന്നെയാണ്. മുമുവിനെ കണ്ട ഉടനെ ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതിന്റെ പിന്നാലെ തന്നെ ഹീറോയും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവൻ ഫുഡ് മൊത്തത്തിൽ കഴിച്ചിട്ടില്ല. എന്നാൽ അവര് അത് കഴിക്കുന്നുണ്ട്. ജിന്ന് പോയത് കൊണ്ട് തന്നെ മുമുവിനൊരു സമാധാനം ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ജിന്നിന്റെ പിന്നാലെ മുമു കൂടെ ഇറങ്ങി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവളൊരു കാര്യം കേൾക്കും. അതായത് കൂട്ടുകാരൻ ജിന്നിനോട് പറയുന്നതാണ്, നീ ഒന്ന് സൂക്ഷിക്കണം, അവര് നിന്നെ കൊന്നു കളയുമെന്ന്. ആര് കൊന്നു കളയുന്ന കാര്യമാണ് പറയുന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ജിന്നിനെ ആരോ കൊല്ലാനായിട്ട് നടക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. ഇപ്പൊ ഹീറോയിൻ അങ്ങോട്ട് ഇറങ്ങി വന്നത് കൊണ്ട് തന്നെ കൂട്ടുകാരൻ അവളെ പരിചയപ്പെടും. അതുപോലെ തന്നെ കൂട്ടുകാരൻ ഏതൊക്കെയോ കടയുണ്ട്, ആ ഒരു കടയിലോട്ട് വരാനായിട്ട് പറയും. അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അതുമല്ല അവന് മനസ്സിലായി ഇത് ജിന്നിന്റെ അനിയത്തിയാണെന്ന്. എന്തായാലും പരിചയപ്പെട്ടതിന് ശേഷം കൂട്ടുകാരൻ അവിടെ നിന്ന് പോവും. കൂട്ടുകാരൻ പോയതിനു ശേഷം മുമു പതിയെ നടന്ന് ജിന്നിന്റെ അടുത്ത് വന്നിട്ട് അവൾ അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവന് കൊടുക്കും. എന്നാൽ അവൻ അത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പൈസ ചെലവഴിച്ച് അവന് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പാടില്ല എന്ന്. എന്തായാലും ഈ ഗിഫ്റ്റ് തൽക്കാലം പിടിച്ചെന്ന് പറഞ്ഞ് അത് കൊടുക്കുന്നുണ്ട്. രാത്രി ആവുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം മുമു മാത്രം ഉറങ്ങുന്നില്ല. കാരണം ജിന്നി വീട്ടിലില്ല, അവൻ പുറത്തോട്ട് എവിടെ പോയി. അതുപോലെ തന്നെ അവൾ ഏതോ ഒരു അക്കൗണ്ട് എടുക്കുന്നുണ്ട്. മീൻസ് ഒരു ആപ്ലിക്കേഷൻ ആണ്. ആ ആപ്ലിക്കേഷൻ വഴി അവന് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും. അതായത് അവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എന്തോ ഒരു ആപ്പാണ്. ഈ നേരം ഹീറോ എന്തോ ചെയ്യാന്ന് നോക്കിയാൽ അവനൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ആ ഒരു കാറും കൊണ്ടിട്ട്. അവൻ ആ കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് എന്തോ ഒരു ഡ്രിങ്ക് എടുത്ത് പുറത്ത് വന്ന് നിന്ന് കുടിക്കും. ഈ കുടിക്കുന്ന സമയത്ത് അവന്റെ കയ്യിലിരുന്ന കാറിന്റെ താക്കോല് താഴെ പോയിട്ടുണ്ടായിരുന്നു. ആ നേരം അങ്ങോട്ട് ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് ആ താക്കോൽ എടുത്ത് ചേട്ടന്റെ താക്കോല് കളഞ്ഞു പോയെന്ന് പറഞ്ഞ് കൊടുക്കും. ആ കുട്ടീനെ കാണുമ്പോൾ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. എന്തോ പോലെ ആ കുട്ടീനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ നിന്നെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ആ കൊച്ചുകുട്ടി താക്കോൽ എടുത്തിട്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ഇവന്റെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരും. മുമു അയച്ച നോട്ടിഫിക്കേഷൻ. അവള് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടില്ലായിരുന്നു. അവൻ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് അവൾക്ക്
അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ അവൻ എവിടാന്ന് ചോദിക്കുമ്പോൾ അവളോട് പറയും നീ താഴോട്ടിറങ്ങി വന്ന്. അങ്ങനെ അവള് താഴോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ അവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീടിന്റെ താഴെ വന്ന് നിപ്പുണ്ട്. ഇപ്പൊ അവനെ കണ്ട ഉടനെ അവൾ ഓടി പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് അവന്റെ അടുത്ത് ചെല്ലും. അവന് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൾ അത്രയും സ്പീഡിൽ ഓടി അവന്റെ അടുത്തോട് ചെന്നത്. അവൻ ചോദിക്കും നിനക്ക് വിശക്കുന്നുണ്ടോ, ബാ നമുക്ക് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. കഴിക്കാനാണ്, അവൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ്. എവൾ അവന്റെ പിന്നാലെ തന്നെ തുള്ളി തുള്ളി പോകുന്നുണ്ട്. അതല്ല ശരീരം അനക്കിയിട്ടാണ് പോകുന്നത്. അതെന്താ ഇത്ര എനർജി എടുത്ത് ഓടിത്തുള്ളി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഞാൻ എന്തായാലും ഒരുപാട് കഴിക്കാൻ പോവാണ്, അപ്പോൾ ചെറിയൊരു എക്സസൈസ് പോലെ ചെയ്യുന്നതാണെന്ന്. അങ്ങനെ നടന്ന് നടന്ന് ഇവള് പെട്ടെന്ന് തന്നെ അവന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കും എന്തോ ഒരു കാര്യം ചോദിക്കാനായിട്ട്. അപ്പൊ ആ സമയം ഒരു ബൈക്ക് അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവളെ ജസ്റ്റ് മിസ്സിന് തട്ടണ്ടായിരുന്നു. എന്നാൽ ജിന്ന് പെട്ടെന്ന് കയറി അവളെ പിടിക്കും, അവളുടെ ദേഹത്ത് ബൈക്ക് തട്ടാതെ. ആ നേരം അവൾ എന്തോ സ്തംഭിച്ച് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവൻ സഹോദരനാണെങ്കിലും അവൾക്ക് അവനോട് ചെറുതായിട്ട് ക്രഷ് തോന്നിയതുപോലെ. എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ അവൾക്ക് ബോധം വന്നിട്ട് അവൾ നാണിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. പക്ഷെ ആ വഴിയല്ല പോകേണ്ടത്, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വിളിച്ച് വേറെ വഴിയിലാണ് പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്ന് ഒരു മാർക്കറ്റ് പോലെ സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ വിൽക്കുന്നുണ്ട്. ഇവൾക്ക് സ്റ്റീം ബണ്ണ് വേണോ, മാഗി വേണോ, വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇവളുടെ ഇഷ്ടമാണ് എന്ത് കഴിക്കണമെന്ന്. എന്നാ പിന്നെ ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞ് അവനോട് അവൾ ഒരു കാര്യം പറയും, ഇവിടുത്തെ ഏറ്റവും തിരക്ക് കൂടിയ കടയിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാന്ന്. എന്തായാലും പറഞ്ഞതില്ലേ, അതുകൊണ്ട് തന്നെ ഹീറോ അവളെയും വിളിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്ത് വരും. ഏറ്റവും തിരക്ക് കൂടിയ കടയിൽ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ തിരക്ക് കാണണമെങ്കിൽ ആ കടയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഫുഡിനെല്ലാം. അവൾക്ക് എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയാണ് അവൾക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. വെയിറ്റർ ഫുഡ് എടുക്കാൻ പോകുന്ന സമയത്ത് അവൾ അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അവന് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. അവന്റെ ജീവിതത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്നാൽ അവന്റെ ജീവിതം നല്ല രീതിയിലൊന്നും അല്ല പോകുന്നത്. അവന് കുടിയും വലിയൊക്കെ ഉണ്ട്. അവസാനം ഗതി കെട്ടിട്ട് ആ കാര്യങ്ങളൊക്കെ അവളോട് പറയും. അവൾ അത്രയും ശല്യപ്പെടുത്തി ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇങ്ങനെ ആവുമെന്നൊന്നും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അവളുടെ അമ്മയാണെങ്കിൽ അവൾക്ക് പിറ്റേന്ന് ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ചൈനയിലിട്ട് തിരിച്ചു പോകാനായിട്ട്. അതവൻ പറയുമ്പോൾ അവൾക്ക് പോകാനായിട്ട് താല്പര്യമില്ല. പക്ഷെ എന്തായാലും അവളെ എയർപോർട്ടിൽ കൊണ്ടാക്കുമെന്ന് അവൻ പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കും, ഞാൻ എന്തായാലും നാളെ വരത്തില്ല എന്ന് പറഞ്ഞിട്ട്. അമ്മ സമ്മതിച്ചിട്ടൊന്നുമില്ല, അത് ക്യാൻസൽ ആക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൾ എന്തായാലും പോകാൻ പോകുന്നില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ദൂരെന്ന് കളർ മുടി ചെയ്ത് ആ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ ഹീറോന്റെ അടുത്ത് വരും. ഹീറോന്റെ അടുത്ത് വന്നിട്ട് എന്തോ പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മുമുവിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതാരാ, സത്യം പറ, ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിന്ന് പറഞ്ഞു കൊടുക്കും ഇതെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, അനീത്തിയാണെന്ന്. ആ നേരം വെയിറ്റർ ഫുഡ് കൊണ്ടുവന്ന് മുമുവിന് കൊടുക്കും. എന്നാലും മുമു കഴിക്കുന്നില്ല. കാരണം അതിനകത്ത് അവൾക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു പച്ചക്കറി കിടപ്പുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ജിന്നാണ് ആ പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നത് അവൾക്ക് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കൂട്ടുകാരനാണെങ്കിൽ കുറെ ബിയറൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കുടിച്ച് അറമാദിക്കാനായിട്ട്. എന്നാൽ ജിന്നിന് താല്പര്യമില്ല കുടിക്കാനായിട്ട്. ഇതെല്ലാം മുമു ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്. അതായത് ഇവർ കുടിക്കാനുള്ള പ്ലാൻ ആണെന്ന് അവൾക്ക് മനസ്സിലായി. ആ നേരം വെയിറ്റർ ബിയറും കൊണ്ടുവരുമ്പോൾ മുമു പറയും ബില്ല് കൊണ്ടുവരാനായിട്ട്. അവൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ, ഇനി ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും കൂടെ കുടിച്ച് അറമാദിക്കും. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ജിന്നിനും മനസ്സിലായി ഇവള് കൂടെ ഇരിക്കുമ്പോൾ കുടിക്കുന്നത് ശരിയല്ലാന്ന്. രണ്ടുപേരും കൂടെ എണീറ്റ് പോകാൻ നേരത്ത് കൂട്ടുകാരൻ വിളിച്ചു പറയും, നീ ഈ പെൺകുട്ടിയായിട്ട് കറങ്ങി നടക്കുന്നെന്ന് അറിഞ്ഞാല് സ്നേഹി നിന്നെ കൊന്നുകളയുമെന്ന്. സ്നേഹി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അതാരാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് മുമ്പോട്ട് മുമ്പ് മനസ്സിലാക്കാം. എന്നാൽ ഇത് കേട്ട് സംശയം തോന്നുന്ന മുമുവും ചോദിക്കുന്നുണ്ട് ജിന്നിനോട് ആരാ സ്നേഹി എന്ന്. എന്നാൽ അവൻ പറയുന്നൊന്നുമില്ല. ആ നേരം അങ്ങോട്ട് വേറെ കുറച്ച് ആൾക്കാർ വരും. ആരാണെന്നൊന്നും അറിയത്തില്ല, ജിന്നിനെ ഉപദ്രവിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ജിന്നിനെ കുറെ ആൾക്കാർ കൊല്ലുമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, ഇനി അവര് മറ്റോ ആയിരിക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ ഓടി ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലും, ജിന്നിന്റെ അടുത്തോട്ട് അവന്മാരെ കടത്തി വിടാതിരിക്കാനായിട്ട്. പക്ഷെ അവന്മാർ കൂട്ടുകാരനെയൊക്കെ തള്ളി മാറ്റി ജിന്നിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ജിന്ന് കസേരയൊക്കെ എടുത്തിട്ട് അടിച്ച് തകർക്കും അവന്മാരെ. അവിടെ ഇരിക്കുന്ന ടേബിളൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ആ പാവപ്പെട്ട കടക്കാരാണ് ഇതിനെല്ലാം നഷ്ടപരിഹാരം വഹിക്കേണ്ടത്. അതുപോലെ ഫൈറ്റിന്റെ ഇടയിൽ കൂട്ടുകാരൻ ജിന്നിന് ഒരു താക്കോൽ എടുത്ത് എറിഞ്ഞു കൊടുക്കും, പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് ബൈക്കിന്റെ താക്കോലാണ്. ആ ബൈക്കും എടുത്ത് ഹീറോയിനെയും വിളിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ബൈക്കിൽ പോകുന്ന സമയത്ത് ഈ അണ്ണാൻകുഞ്ഞൊക്കെ പിടിച്ചിരിക്കുന്നത് പോലാണ് അവൾ പിടിച്ചിരിക്കുന്നത്. അവനെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് അത്ര ഇഷ്ടമാണ്. ഇനിയിപ്പം അത് അവളുടെ സഹോദരനല്ലേ. എന്തായാലും അവൾക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്. സഹോദരനെ പോലെയല്ല, എന്നാലും ഇഷ്ടമാണ്. അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തേക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.